ചെട്ടികുളങ്ങര കണ്ണമംഗലം തെക്ക് 72 നമ്പർ NSS കരയോഗത്തിൽ അവബോധന ക്ലാസ് നടത്തി. റിട്ടയർഡ് ജോയിന്റ് എക്സൈസ് കമ്മീഷണർ ജി പ്രദീപ് ഉദ്ഘാടനം നിർവഹിക്കുകയും ക്ലാസ് നയിക്കുകയും ചെയ്തു. NSS കരയോഗങ്ങളിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്നതിന്റെ ഭാഗമായി ചെട്ടികുളങ്ങര കണ്ണമംഗലം തെക്ക് 72 നമ്പർ NSS കരയോഗത്തിൽ അവബോധന ക്ലാസ് സംഘടിപ്പിച്ചു. റിട്ടയർഡ് ജോയിന്റ് എക്സൈസ് കമ്മീഷണർ ജി പ്രദീപ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് ക്ലാസ് നയിച്ചു. പിന്നെ ഇതിന്റെ നിയമവശത്തെക്കുറിച്ച് പറഞ്ഞാൽ വളരെ കർശനമായ നിയമമാണ് ഉള്ളത്. അതായത് മയക്കുമരുന്നുകളെ മൂന്നായിട്ട് അളവനുസരിച്ച് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. കുറഞ്ഞ അളവ് സ്മാൾ ക്വാണ്ടിറ്റി, മീഡിയം ക്വാണ്ടിറ്റി, കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി, വാണിജ്യ അടിസ്ഥാനത്തിൽ. അപ്പോൾ അതിനകത്തൊരു തകരാറെന്ന് പറഞ്ഞാൽ ചില മയക്കുമരുന്നുകളുടെ ഈ കുറഞ്ഞ അളവ് ഒരു എന്താണ് പ്രായോഗിക ബുദ്ധിമുട്ട് പലതും ഉണ്ടാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കഞ്ചാവിൻ്റെ 1 കിലോ വരെ സ്മാൾ ക്വാണ്ടിറ്റിയാണ് ജാമ്യം കിട്ടാൻ കുറ്റമുണ്ട്. 999 ഗ്രാം കഞ്ചാവ് പിടിച്ചാൽ ഇവിടെ ജാമ്യത്തിന് കൊണ്ടു വരും. കാരണം 1 കിലോ വിലച്ചില്ലാതെ അയാൾ പുറത്തിറങ്ങി വീണ്ടും ഇതെല്ലാം ചെയ്യും. 1 കിലോയ്ക്ക് മുകളിലാണെങ്കിൽ മാത്രമേ അയാൾ റിമാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലെല്ലാ മയക്കുമരുന്നുകൾക്കും ഈ വ്യവസ്ഥയുണ്ട്. ശിക്ഷയും അതുപോലെ തന്നെ ഒരേ സാധനം പിടിച്ചാലും അളവനുസരിച്ച് ശിക്ഷ കൂടും. കുറഞ്ഞ അളവിലാണെങ്കിൽ 1 കിലോ താഴെ കഞ്ചാവാണെങ്കിൽ അത് കോടതി ഫൈൻ അടച്ചിരിക്കുന്ന കേസായിട്ടും 1 കിലോ 20 കിലോ ആണെങ്കിൽ അത് 10 വർഷം വരെ, 20 വർഷം വരെ അങ്ങനെയൊക്കെയാണ് ഇത് ശിക്ഷകൾ പോകുന്നത്. ഈ നേരത്തെ ഇത് കുറഞ്ഞ അളവിലുള്ളത് വലിയൊരു കുറ്റമായിട്ട് കണ്ടിരുന്നു. അപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് ആൾക്കാരെ കൊടുക്കാൻ വേണ്ടി കുറഞ്ഞ അളവിൽ കഞ്ചാവ് കൊണ്ടുവച്ച് കേസെടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഗവൺമെൻറ് നിയമം അമൽ ചെയ്ത് 1 കിലോ താഴെ സ്മാൾ ക്വാണ്ടിറ്റി ആയിട്ട്. അപ്പോൾ അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ 1/2 കിലോ കഞ്ചാവ് വിൽക്കുന്നതിനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജാമ്യത്തിലുള്ള പറ്റാത്ത അവസ്ഥയാണ്. അതാണ് ഒരു പ്രായോഗിക ബുദ്ധിമുട്ട്. കരയോഗം ഭാരവാഹികൾ നേതൃത്വം നൽകി. CDN ന്യൂസ്, കായംകുളം.